ഹലോ ആൻഡ് ഹായ്. തികച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഞ്ഞിയുടെ കൂടെ ഏറ്റവും നല്ല ഡിഷാണെന്നാണ് അമ്മ പറയുന്നത്. ഇത് അമ്മയുടെ ഒരു റെസിപ്പിയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഇതിനകത്ത് നെല്ലിക്കയുണ്ട്. അതായത് കറക്റ്റ്, ഇത് കരിനെല്ലിക്കയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. കുറച്ച് പ്രോസസ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. 21 ഡേയ്സ് എടുക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അമ്മ പറഞ്ഞു തന്ന പോലെയാണ്, അമ്മ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കൊക്കെ ഒരു പുതുമയായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ഞാനിത് ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പം പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. കഞ്ഞിക്കൊക്കെ പറ്റുന്ന, ചോറിൻ്റെ കൂടെയും പറ്റുന്ന നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കരിനെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മ അതിൻ്റെ പ്രോസസ്സ് ചെയ്യുകയാണ്. നമ്മുടെ ആ കലം എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇത് വേറെ ഒന്നുമില്ല, നെല്ലിക്ക എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, ഓരോന്നോരോന്നായിട്ട്. കുരുമുളക്, അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഉള്ള പച്ച കുരുമുളക്. ഇപ്പോൾ പച്ച കുരുമുളക് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഉണക്ക കുരുമുളക് യൂസ് ചെയ്യാം അല്ലേ അമ്മേ? കുഴപ്പമില്ല. അപ്പോൾ അത് പച്ചക്കുരുമുളക് ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അമ്മയുടെ അടുത്തുണ്ട്, പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പച്ചക്കുരുമുളക് ആഡ് ചെയ്ത്. ഇനി ഇതൊന്നുമില്ല, ഇതെല്ലാം കൂടെ നമ്മൾ ആ കലത്തിലോട്ട് ഇട്ട് വെക്കുക, ഓരോന്നോരോന്നായിട്ട്. ഇതൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇതൊന്നും എനിക്ക് അറിയാത്ത റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊക്കെ പഠിച്ചിരുന്നാലല്ലേ നിങ്ങൾക്കും ഇതുപോലെ ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന റെസിപ്പീസൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് വരും തലമുറയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചട്ടിയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിനകത്തോട്ട് ഉപ്പും കായപ്പൊടി, ഉലുവാപ്പൊടി അത്രയേ ഉള്ളൂ ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നെകയ്ക്ക്, അതായത് ഇങ്ങനെ കവർ ചെയ്ത്, ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം, കവർ ചെയ്ത് കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. കണ്ടോ, ചട്ടിയിൽ കരിനെല്ലിക്കയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ നികന്ന് കിടക്കണം. കണ്ടോ, ഇതുപോലെ പൊങ്ങി നെല്ലിക്കയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് കിടക്കുന്ന വിധത്തിൽ കിടക്കണം. അപ്പോൾ ഈ കരിനെല്ലിക്ക ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കലം, ഈ നെല്ലിക്ക ഇതെല്ലാം കൂടെ അടുപ്പത്തൊന്ന് വെക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഈ വാഴയില ഉണ്ടല്ലോ, ഈ വാഴയില വെച്ചിട്ട് ഇതൊന്ന് കെട്ടി വെക്കണം. അതിൻ്റെ അടുപ്പത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട്, ഞാനത് പ്രോസസ്സ് കാണിച്ചു തരാം. ഇതിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് കെട്ടി വെക്കുക. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വീണ്ടും ഈ ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ, ആ കെട്ടൊന്നും അടയ്ക്കണ്ട, ആദ്യം ഒന്ന് കുടയണം. നമ്മളത് തിളപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. അങ്ങനെ 21 ഡേയ്സ് ഇതുപോലെ ചെറിയ തീയിൽ ആദ്യം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ഇളക്കിയെന്ന് മീൻസ് ഇങ്ങനെ കുടഞ്ഞെടുത്താൽ മതി. അത് ഞാനിപ്പോൾ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ പിന്നെ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ അമ്മയുടെ കയ്യിൽ കരിനെല്ലിക്ക ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടുപ്പത്തോട്ട് വെക്കാം. പിന്നെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പ്രോസസ്സ് പറഞ്ഞുതരാം. ഞാൻ അടുപ്പത്തോട്ട് ആ ചട്ടി വെച്ചു. ഇനി നല്ല തീ കൂട്ടിയിട്ടിട്ട് അതിനെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം അതിനെ ഒന്ന് കെട്ടി വെക്കാനായിട്ട്. ഇലയൊന്ന് വാട്ടിയെടുക്കണം, എന്നാലേ നമുക്കത് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലയൊന്ന് വാട്ടി വെച്ചിട്ട് വേണം നമുക്ക്, രണ്ട് ഇലയോളം ഉണ്ട്, 2 ഇല വെച്ചിട്ട് വേണം നമുക്കത് കെട്ടി വെക്കാനായിട്ട്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ ആ ചട്ടിയിൽ തിളപ്പിക്കാൻ വെച്ച നെല്ലിക്കയും മുളകും ഇഞ്ചിയും കറിവേപ്പില ഇതെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് ഇനി അത് തീ കുറച്ചിടണം. തീ കുറച്ചിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് കെട്ടി വെക്കാം, വാഴയില കൊണ്ടൊന്ന് കെട്ടി വെക്കാം. എന്നിട്ട് വേണം അതിനെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട്. അമ്മ ആ തിളച്ച് വരുന്നതിന് 2 വാഴയില വെച്ചിട്ട് കെട്ടി വെക്കുകയാണ്. കുറച്ച് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 വാഴയില യൂസ് ചെയ്തത്. എന്നിട്ട് വാഴനാര് കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടി വെക്കണം, പിടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ടൈറ്റായിട്ട് അതിനെ കെട്ടി വെക്കാനായിട്ട്. പഴയ അമ്മച്ചിമാർക്കൊക്കെ അറിയാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പം ഞാനും എൻ്റെ അമ്മയുടെ നിന്ന് അതൊന്ന് പഠിച്ച്, ഞാനല്ല ചെയ്യുന്നത് കേട്ടോ, അമ്മ തന്നെ അതെല്ലാം ചെയ്ത് കാണിക്കുന്നത്. ഫൈനൽ പ്രോഡക്റ്റും അമ്മയുടെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങൾക്ക് ഒലത്തി കാണിക്കുന്നത്. ഇതാ വാഴനാര് കൊണ്ട് അതിനെ ടൈറ്റായിട്ട് ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ഇനി ഈ വാഴ ഇല വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അടുപ്പേ തന്നെ വെച്ചിട്ട് വേണം ചെറിയ തീയിൽ അതിനെ 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാൻ. അതിൻ്റെ അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നാളെ ഇത് തുറന്നിട്ട് ഇലയൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് കുടഞ്ഞു കൊടുക്കുക. കുടഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട്
നമുക്ക് വീണ്ടും അടുപ്പത്ത് വയ്ക്കുക. അങ്ങനെ 21 ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ അത് നിങ്ങൾ തിളപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് തുറന്ന് നോക്കണം. വാഴയിലൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഇല്ലെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കറക്റ്റ് അളവാണിത്. 21 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ ടെക്സ്ചറിൽ, ഞാൻ നേരത്തെ കാണിച്ച ടെക്സ്ചറിൽ നല്ല ബ്ലാക്ക് കളറിലുള്ള കരിനെല്ലിക്ക ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദ്ദേശം വെച്ചിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ, എരിവോ വല്ലതും വേണമെങ്കിൽ, പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും ആഡ് ചെയ്യില്ല. അതൊന്ന് ആഡ് ചെയ്തിട്ട് പിന്നെയും കെട്ടി വെച്ചിട്ട് നമുക്കിതിനെ അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ കരിനെല്ലിക്കയുടെ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് തുറന്ന് ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പോഴും ആയിട്ടില്ല, എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്കത്തെ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് തുറക്കട്ടെ. അമ്മ തന്നെ അതിൻ്റെ കെട്ട് എടുത്ത് തുറക്കുകയാണ്. നമ്മളിട്ടപ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്കയായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പരുവം എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. തുറന്ന് നോക്കുകയാണ്. കണ്ടോ, ഇപ്പോഴും അതിൻ്റെ കളർ കുറച്ച് മാറിയിട്ടുണ്ട്, പക്ഷേ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇപ്പോൾ ഇതാണ് പരുവം, കണ്ടോ, വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ മാത്രമേ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കളറ് കുറച്ച് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഒരു 10 ഡേയ്സും കൂടെ എടുക്കും. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഇരിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. 21 ദിവസം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ഞങ്ങളൊരു പാത്രത്തിലോട്ട് ഇട്ടു. ഇനി ഇതിനെ നമ്മൾ ഒലത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒലത്തുന്ന പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഒരു മാസം വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഈ കറുത്ത കളറിൽ ഇരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും അത് തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ തിളപ്പിച്ച് വെച്ചു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് തിളപ്പിക്കാനായിട്ട് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഇലയൊന്നും തുറന്ന് നോക്കണം, അതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന്. എന്നിട്ട് അതിനൊന്ന് കുടഞ്ഞിട്ടിട്ട് വേണം ഇതിനെ രണ്ടാമത് പിറ്റേ ദിവസവും തിളപ്പിക്കാനായിട്ട്. അത് ടോട്ടൽ 10 മിനിറ്റ്സ് 21 ഡേയ്സ് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഓരോ ദിവസവും തുറന്ന് നോക്കണം. അങ്ങനെ 21st ഡേ ആകുമ്പോഴത്തേക്കും ഈ കളറിൽ നമുക്ക് നെല്ലിക്ക പരുവം ആയി കിട്ടും. ഇപ്പോൾ ദേ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കരിനെല്ലിക്ക ഒലത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള കരിനെല്ലിക്കയാണ് നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ അതിന് ഒരു ടീസ്പൂണ് നമ്മൾ നല്ലെണ്ണ ഒന്ന് ചൂടാക്കുക. അതിനകത്തോട്ട് കടുകിട്ട് ഒന്ന് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ചെറിയ ഉള്ളി മതി, കുറച്ച് കറിവേപ്പിലയും. അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ചതച്ച മുളകാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ എരിവായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, എണ്ണയും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇത് നമുക്ക് കരിനെല്ലിക്ക അങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയും കൂടെ കഴിക്കാം. നമുക്ക് 2 തരത്തിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഇത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. കുറച്ച് എണ്ണയും ചതച്ച മുളകും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ഇത് നെല്ലിക്കയ്ക്കാണെങ്കിൽ ഒത്തിരി ഗുണങ്ങളുള്ള സാധനവുമാണ്. അപ്പോൾ പറ്റുന്നവർ, ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അതെങ്ങനെയായിരുന്നു, പണ്ടൊക്കെ ഇങ്ങനെ പുകച്ച് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, പുകയിൽ വെച്ചിട്ടല്ലേ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അടുപ്പിൽ തന്നെ വെച്ചേക്കും. ഇതേപോലെ വിറകടുപ്പിൽ ഇങ്ങനെ വെച്ച് ചെറിയ തീയിലിട്ടിട്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ചതച്ച മുളക് ഏകദേശം 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അടുപ്പങ്ങ് തീ കുറയ്ക്കണം നന്നായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച് ആ കരിനെല്ലിക്ക അതിനകത്തോട്ട് ഇട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നല്ല കരിനെല്ലിക്ക ഒലത്തിയത്. ഇത് കൂട്ടാനാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ആ മുളകും ആ കരിനെല്ലിക്കയുടെ കളർ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്ക സാധാരണ കാണുന്നത് ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ ഒരു പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സിൽ ഉണ്ടാക്കിയെടുത്ത നല്ല ഒരു കരിനെല്ലിക്ക ഒലത്തിയത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ ഒരു കലത്തിൽ, നമ്മൾ നേരത്തെ കാണിച്ച കലത്തിൽ കണ്ടോ, ആ കരിനെല്ലിക്കയുടെ ഫസ്റ്റ് പ്രൊസീജിയർ തിളച്ച് വരുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ഒലത്തിയത് എടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് രണ്ടും ഒന്നിച്ച് കാണിക്കാൻ പറ്റിയത്. ഇതിന് നിങ്ങളും വെയിറ്റ് ചെയ്യണം. എളുപ്പമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, അത്രയും രുചിയുണ്ട് ഈ ഡിഷിന്. അപ്പോൾ കുറച്ച് ദിവസം, ഒരു 21 ദിവസം, ഇത് കുറച്ചൊരു മെനക്കേടുണ്ട്, പക്ഷേ അതിൻ്റേതായ രുചി അതിനുണ്ട് താനും. അപ്പോൾ അത് 21 ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. പിക്കിള് പോലെ തൊട്ട് കൂട്ടാനായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡിഷായിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം.